വികസനം വാഴും എന്നുള്ളതാണ് രണ്ടാമത്തെ മുദ്രാവാക്യം. വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. ഒരു വയലിൽ ചെന്ന് സകല ചെടികളും വെട്ടി നിരത്തിയ ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. എന്തിനാ വെട്ടി നിരത്തിയതെന്ന് ചോദിച്ചാൽ നമ്മുടെ പോളിസി അതാണ്, വെട്ടി നിരത്തൽ പോളിസിയാണ്. ഈ കേരളത്തിലുള്ള സകല കമ്പനികളെയും പൂട്ടിച്ചത് വികസനം വാഴുമെന്ന് പറഞ്ഞവർ തന്നെയാണ്. കുട്ടനാട്ടിലെ നെൽകൃഷി മുച്ചൂട് മുടിച്ചത്, ഞാറ് നടിയിൽ യന്ത്രം ഇറക്കാതിരുന്നത്, കൊയ്ത്തന്ത്രം വൈകി ഇറക്കിയിട്ട് അത് മുഴുവനും ചീച്ചു കളഞ്ഞത്, ഒരു തരത്തിലും ട്രാക്ടർ കൊണ്ടുവരാൻ അനുവദിക്കാത്തത്, കൃഷിക്കായുധമായിട്ടുള്ള ഒരു പുരോഗമന യന്ത്രവും ഇറക്കാത്തത്, മെറ്റൽ ക്രഷറെ പോലും തകർത്ത് തരിപ്പണമാക്കിയത്, പുറത്തുള്ള തൊഴിലാളികൾ ഇവിടെ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തടഞ്ഞത്, ഇവിടെയുള്ള നൂറുകണക്കിന് സ്പിന്നിങ് മില്ലുകളും പേപ്പർ കമ്പനികളും ഇപ്പോഴും ഉണ്ട്. ആലപ്പുഴയിലെ അനവധി കമ്പനികൾ പൂട്ടി തന്നെ കിടക്കുന്നു. ഇതൊക്കെ പൂട്ടിച്ചവരാണ് വികസനം വാഴുമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. ഓരോന്നും പൂട്ടിയിട്ട് ഇവിടെ അദാനി വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാൻ വന്നപ്പോൾ അയാളുടെ 16 അടിയന്തരം വെച്ചതാ. പക്ഷേ ഭരണപരിഷ്കാര കമ്മീഷന്റെ കാല് തൊട്ട് വന്നിച്ചതോടുകൂടി, പിന്നെ ചെയ്യേണ്ടത് ചെയ്തതോടുകൂടി അദാനിക്ക് ഭംഗിയായിട്ട് വിഴിഞ്ഞം കപ്പൽ നിർമ്മാണം കിട്ടി. ഈ തിരുവനന്തപുരം വിമാനത്താവളത്തെക്കുറിച്ച് ഇപ്പൊ കേൾക്കാനേ ഇല്ല. ഒരു 10-42 പേര് ഒരു ദിവസം ഭയങ്കരമായിട്ട് അദാനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. അതേ അദാനി കാണേണ്ടവരെ കാണേണ്ട പോലെ കണ്ട കാല് തൊട്ടിട്ട് കൊടുക്കേണ്ടത് കൊടുത്തപ്പോഴത്തേക്കും ഇപ്പൊ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം പ്രൈവറ്റ് കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. വികസനം വാഴും. എന്ത് വികസനം ഇവിടെ നടക്കുന്നത്? ഒരു സ്കൂളിന് പോലും പെർമിഷൻ കൊടുക്കാതെ, ഒരു കോളേജിന് പോലും പെർമിഷൻ കൊടുക്കാതെ, ഒരു മെഡിക്കൽ കോളേജിനോ എഞ്ചിനീയറിംഗ് കോളേജിനോ പെർമിഷൻ കൊടുക്കാതെ കേരളീയർ മുഴുവനും കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ചെന്ന് പഠിക്കേണ്ട ഒരു ഗതികെട്ട കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയത് UDF ഗവൺമെന്റ് വന്ന് പെർമിഷൻ കൊടുത്തവിടെ. ഏതായാലും ഇവിടെ BJP ഗവൺമെന്റ് ഭരിക്കാത്ത സ്ഥിതിക്ക് ഇവിടെയുള്ള മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും വന്നത് UDF കാലത്ത് കൊടുത്ത പെർമിഷനാണ്. ഇപ്പൊ ഇവരും വേണ്ട രീതിയിൽ കരുണ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തേ കാരണം? കിട്ടേണ്ടതുപോലെ കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കും. ഇവരാ വികസനം, കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെ ഇവിടെ നിറഞ്ഞു തുള്ളിയത് വികസനം വാഴുന്നവരാണ്. എന്ത് വികസനമാണ് ഇവിടെ കമ്പ്യൂട്ടർ ഇല്ലാതെ വാഴുന്നത്? ഇപ്പൊ ഇടതുവശത്തും വലതുവശത്തും ഒക്കെ കമ്പ്യൂട്ടർ കൊണ്ട് നടക്കുന്നവരുണ്ട്. അവരുടെ സെന്ററിൽ പാളയത്ത് മൊത്തം കമ്പ്യൂട്ടറിന്റെ കൂടാരമാണ്. ലക്ഷം വീട് മാതിരിയാണ് കമ്പ്യൂട്ടർ ഇരിക്കുന്നത്. ഏതൊന്നിനെയാണോ ക്രഷർ യന്ത്രത്തെ എതിർത്തു, നടീൽ യന്ത്രത്തെ എതിർത്തു, കൊയ്ത്തന്ത്രത്തെ എതിർത്തു, മെറ്റൽ ചെയ്യുന്നതിനെ എതിർത്തു, കമ്പ്യൂട്ടറിനെ എതിർത്തു, കമ്പനികളിൽ വരുന്ന വർഗീയല്ല മൂരാച്ചികൾ, തൊഴിലാളി വർഗത്തെ നശിപ്പിക്കുന്ന മുതലാളികളെ കുത്തുവാളെടുത്ത് സകല കമ്പനികളും പൂട്ടിച്ചു. അണ്ടി ഫാക്ടറികളൊന്നും ഇവിടെ ഇല്ലാതെയായി. ചകിരി ഫാക്ടറികളൊക്കെ തമിഴ്നാട്ടിലേക്ക് പോയി. ചിരട്ട ഫാക്ടറികളും തമിഴ്നാട്ടിലേക്ക് പോയി. ഇവിടെയുള്ള സകലതും തമിഴ്നാട്ടിലേക്ക് പോകാൻ കാരണം വികസനം വാഴും എന്നുള്ളതാണ്. ഈ പൂട്ടിയിരിക്കുന്ന കമ്പനികളുടെ മാത്രം ലിസ്റ്റ് എടുത്താൽ മതി. അതിനകത്ത് എത്ര പേര് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പൊ വിദേശത്ത് നിന്ന് ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്ന് അവനൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയവൻ, അയാൾ തൂങ്ങി മരിച്ചു. കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങുന്നതിന്റെ മുമ്പിലത്തെ ദിവസം തന്നെ ചുമന്ന കൊടി കുത്തി. അവന്റെ അന്ത്യം അവിടെ വെച്ച് കഴിഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങിയാല് അവന്റെ അന്ത്യകൂദാശ നടത്തുന്ന ലെവലിലേക്കാണ് വികസനം വാഴും. എങ്ങനെയാ ഇതൊക്കെ പറയാൻ സാധിക്കുക? വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് നയത്തിന്റെ ഭാഗമായിട്ട് വികസനം വാഴും. വർഗീയതയുടെ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന കേരളത്തില് വർഗീയത തകരുമോ അല്ലെങ്കിൽ വർഗീയത വീഴും, പുരോഗമനം വാഴും എന്നൊക്കെ പറയുന്നതിന് മുമ്പ് കേരളത്തിലുള്ള ജനത ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ചോറ തിന്നുന്നത്, ഉണ്ടംപൊരിയും കട്ടൻ കാപ്പിയും അല്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു.